ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇവിടെ വന്നതിന് ശേഷം ഇന്നാണ് താൻ ആദ്യമായി മഹിയുടെ ചൂടില്ലാതെ ഉറങ്ങാൻ കിടക്കുന്നെന്ന് ആലോചിച്ചപ്പോൾ ആരവിനുള്ളിൽ വല്ലാത്ത ആശ്വാസം തോന്നി. എന്നാൽ ഈ ചെകുത്താൻ്റെ ശരിക്കുള്ള അമ്മക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാകുക? എന്തിനായിരിക്കും ഈ ചെകുത്താൻ അച്ഛനോടും അമ്മയോടും ഇത്ര വെറുപ്പ് കാണിക്കുന്നത്? ആര് സ്വയം ഉള്ളിലുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മുഴുവൻ അറിയാൻ പറ്റാത്തതിൻ്റെ നീരസം അപ്പോഴും അവളിലുണ്ടായിരുന്നു. ഓരോന്ന് ആലോചിച്ച് സ്വയം കൂട്ടിയും കിഴിച്ചും കിടന്ന് ആര് പതിയെ ഉറക്കത്തിലേക്ക് പുലുക്കി. രാവിലെ വെളിച്ചം കണ്ണിലടിച്ചതും ആരൊന്ന് കുറുകിക്കൊണ്ട് വീണ്ടും ആ ചൂടിലേക്ക് പതുങ്ങിക്കിടന്നു. തന്നെ ചുറ്റിവരിഞ്ഞ കൈകളുടെ ഉടമയെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നെന്തോ ആലോചിച്ച് ആരും ഞെട്ടി മിഴികൾ തുറന്നതും കാണുന്നത് നഗ്നമായ ഉറച്ച രോമങ്ങൾ നിറഞ്ഞ വിരിഞ്ഞ ദൃഢമായ നെഞ്ചിൽ പറ്റി കിടക്കുന്ന പുലിനകത്തിന് ലോകറ്റ് കോത്ത സ്വർണ്ണ ചെയിനുമാണ്. അതാരാണെന്ന് മനസ്സിലാക്കാൻ ആരവിന് ഒത്തിരി സമയമൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് അവൾ അവനെ ചുറ്റിപ്പിടിച്ച് തൻ്റെ കൈകൾ എടുത്തു മാറ്റി. മഹിയുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് ബോധം വന്നതും ആര് തൻ്റെ ശരീരത്തിൽ മുറുകിയിരുന്ന മഹിയുടെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. മഹി ഇപ്പോഴും ഇന്നലെ കിടന്നിടത്ത് തന്നെയാണ് കിടക്കുന്നത്. താനാണ് അങ്ങോട്ട് പോയി മഹിയുടെ നെഞ്ചിൽ കയറി കിടന്നതെന്ന സത്യം അംഗീകരിക്കാൻ ആരുവിന് വല്ലാത്ത മടി തോന്നി. മഹി എണീക്കുന്നതിന് മുമ്പ് മാറിക്കിടന്നില്ലെങ്കിൽ നാണക്കേടാകുന്ന ആരുവിന് തോന്നി. അതിൻ്റെ ഭാഗമായി ആരും മഹിയുടെ കൈകൾക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് മഹി കണ്ണു തുറന്നത്. തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആരുവിനെ കണ്ട് മഹിയുടെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു. ഒപ്പം കൈകൾ ഒന്നും കൂടെ അവളിൽ മുറുകി. മഹിയുടെ കൈകൾ മുറുകിയതറിഞ്ഞ് ആരും മഹിയുടെ നെഞ്ചിൽ നിന്ന് തലപൊക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ നോക്കിക്കിടക്കുന്ന മഹിയെ കണ്ട് അവളിൽ വല്ലാത്ത പരവേശം നിറഞ്ഞു. പിടപ്പോടെ തന്നെ ആരും മഹിയുടെ മുഖത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി. എന്നാൽ മഹിയുടെ കണ്ണുകൾ ആരുവിൽ തന്നെയായിരുന്നു. നെറ്റിയിൽ പരന്നു കിടക്കുന്ന സിന്ദൂരവും പിടക്കുന്ന കരിപടർന്ന ഉണ്ട കണ്ണും അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിയും വിറക്കുന്ന അതിരങ്ങളുമെല്ലാം അവൻ്റെ കണ്ണിൽ അവൾക്ക് വശ്യ സൗന്ദര്യം നൽകി. ഒപ്പം അവൾ അങ്ങനെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ പല വികാരങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. പെട്ടെന്നെന്തോ ആലോചിച്ച് മഹിയുടെ കണ്ണുകൾ കൂർത്തു വന്നു. ഡേയ്! അവൻ്റെ അലറിൽ കിടന്ന് മഹിയുടെ കൈകൾ വിടിയിക്കാൻ നോക്കി ആരും ഞെട്ടി മഹിയുടെ മുഖത്തേക്ക് പകപ്പോടെ നോക്കി. ഡേയ്, നീയല്ലേ വലിയ ഡയലോഗ് അടിച്ചത്? എന്നിട്ട് നാണല്ലോടി നിനക്കിനെ നെഞ്ചി കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ? മഹി ആരുവിനെ മുറുകെ പിടിച്ച് അവൾക്ക് നേരെ ശബ്ദം ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു. പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റിയൊരു മുതല് ഉറക്കത്തിൽ അറിയാതെ പറ്റിയതാ. ആരും മഹിയെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് കെറുവോടെ പറഞ്ഞു. ഓ, ഇത് ഞാനാണ് അറിയാതെ ചെയ്തതെങ്കിൽ ഇങ്ങനൊന്നും ആകില്ലല്ലോ നിന്റെ പ്രതികരണം. മഹി പറഞ്ഞത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ആരും ഒരു നിമിഷം പരിങ്ങി. എന്തേ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? ആരുവിൻ്റെ പരിങ്ങൾ കണ്ട് മഹി ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. എങ്കിലും അവൾ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത് ഓർത്ത് മഹിയിലുള്ള സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിൽ അറിയാതെ പറ്റിയതാന്ന്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ തൻ്റെ അടുത്തേക്ക് വരിക പോലും ചെയ്യില്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് തന്നെ. ആരു ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് മഹി അവളെ നോക്കി പൂച്ഛിച്ചു. എൻ്റെ നെഞ്ചിൽ സുഖിച്ച് കിടന്ന് വാചകം അടിക്കാതെ എണീറ്റ് പോടി പീശാചെ. പിന്നെ സുഖിച്ച് കിടക്കാൻ പറ്റിയൊരു ബോഡി താനല്ലോട് ചെകുത്താൻ എന്നെ പിടിച്ചു വെച്ചത്. ആരു ദേഷ്യത്തിൽ പറഞ്ഞ് മഹിയുടെ നെഞ്ചിനെ രോമത്തിൽ പിടിച്ച് വലിച്ചതും വേദന കാരണം മഹി ആരുവിനെ ചുറ്റിപ്പിടിച്ച കൈകൾ അയച്ചതും ആ നിമിഷം തന്നെ ആരും മഹിയിൽ നടന്നു മാറി കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. ആര് കുളിച്ചു മാറ്റി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നനഞ്ഞ മുടി തോർത്തി പൊതിഞ്ഞു കെട്ടി വെച്ച് സിന്ദൂരത്തിലെടുത്ത് സീനന്തരേഖയിൽ തൊട്ട് ബെഡിൽ കമഴ്ന്ന് കിടന്ന് ഫോൺ നോക്കുന്ന മഹിയെ ഒന്ന് നോക്കി താഴേക്ക് പോയി. സമയം 8 കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇത്രയും വൈകി അവിടെ മുന്നിലേക്ക് പോകാൻ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നി. ആര് താഴെ എത്തുമ്പോൾ ഹാളിലൊന്നും ആരും ഇല്ലായിരുന്നു. ഡൈനിങ് ഏരിയയിലെത്തിയപ്പോൾ കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്ന സൂര്യയെയും എല്ലാം എടുത്ത് വിളമ്പി കൊടുക്കുന്ന ഇന്ദുവിനെയും. ആരുമോള് വന്നോ? ജഗിൽ ചൂടുവെള്ളം നിറച്ച് ടേബിളിൽ കൊണ്ടുവെക്കുന്നതിനിടയിൽ ആരുവിനെ കണ്ട സീത ചിരിയോട് ചോദിച്ചു. സീത ആരുവിനോട് ചോദിക്കുന്നത് കേട്ടതും ഇന്ദു തിരിഞ്ഞ് ആരുവിനെ നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകിയതും ആരുവും അവർക്കായി ചിരി നൽകി. അത് പിന്നെ ഇത്തിരി വൈകിപ്പോയി. ആരവരെ നോക്കാതെ മടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, മോള് വന്നിരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്ത് ചിരിയോടെ പറഞ്ഞതും ആരും മടിച്ചാണെങ്കിലും അവരുടെ അടുത്ത് പോയിരുന്നു. ഇന്ന് മുതലല്ലേ മോള് സ്കൂളിൽ പോയി തുടങ്ങുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ സൂര്യ ആര്യവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ ചാ. ആര് ദോശ മുറിച്ച് കരയിൽ മുക്കി വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയാ പോകുന്നത്? മഹിയാക്കി തരുമോ? ഇല്ല, ഞാൻ ബസ്സിന് പോവാന്ന് കരുതി. ആര് വേഗം പറഞ്ഞു. അതെന്താ, നീ മഹിക്കുട്ടിനോട് കൊണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ?
ആരവിൻ്റെ അടുത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ സീത ചോദിച്ചു. ഇന്ദുവിൻ്റെ മുഖത്തും അതേ സംശയം നേരിച്ചു നിന്നു. അത് പിന്നെ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. ആരവരുടെ മുഖത്തേക്ക് നോക്കാത്ത തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് തിരക്കെന്ന് മോള് ചോദിച്ചില്ലേ? ആര് പറഞ്ഞത് കേട്ട് സൂര്യ ചോദിച്ചു. ഞാൻ ചോദിച്ചില്ല. ആര് സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി നൽകി. ശരിക്കും അവൾ പോകുന്ന കാര്യം മഹിയോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ കൂടെ പോകാനാണെങ്കിൽ അവൾക്ക് താല്പര്യമില്ല. അവനെ കുടിച്ച് ആടിയുണ്ടാക്കാൻ പോകേണ്ടി വരും. അല്ലാതെ അവനെന്ത് തിരക്ക്? ആർക്കും ഉപകാരമുള്ളൊരു കാര്യവും അവൻ ചെയ്യില്ലല്ലോ. ഇങ്ങനെയൊരു ജന്മം. മഹിയുടെ അലസതയും ഉത്തരവാദിത്വ ബോധവും ഇല്ലായ്മയും കണ്ട് സൂര്യ ഇത്തിരി അമർഷത്തോടെ പറഞ്ഞു. എന്തുകൊണ്ടോ മഹിയെ കുറ്റപ്പെടുത്തിയുള്ള സൂര്യയുടെ സംസാരം കേട്ട് ആരുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാൻ രഘുവിനോട് പറയാം മോളെ സ്കൂളിലാക്കി തരാൻ. കഴിച്ച നീക്കുന്നതിനിടയിൽ സൂര്യ ആരുവിനോട് പറഞ്ഞു. അതൊന്നും വേണ്ട അച്ഛാ, ജംഗ്ഷനിലെത്തിയാൽ ബസ് കിട്ടും. പിന്നെ സ്കൂളിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. ആരു പറഞ്ഞു. ആരുവിന് ഇഷ്ടം ബസ്സിൽ പോകാനെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് സൂര്യ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. എന്തിനാ മോളെ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്? കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ എടുത്ത് വെക്കുന്നതിനിടയിൽ ഇന്ദു ആരുവിനോട് ചോദിച്ചു. ഇതാവുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ല അമ്മേ. പിന്നെ ഇതാണോ ബുദ്ധിമുട്ട്? പരിചയമില്ലാത്ത ഇടാണ്. ആര് പറഞ്ഞത് കേട്ട് സീത പറഞ്ഞതും ഇന്ദുവും അത് ശരിയെന്ന് സമ്മതിച്ചു. പരിചയമില്ലാത്ത ഇടാണെങ്കിലും വീട്ടിലേക്ക് പോയ അന്ന് വഴിയൊക്കെ ഞാൻ കൃത്യമായി നോക്കി വെച്ചിട്ടുണ്ട്. ആര് ഇരുവരെയും നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. അമ്പടി, നീ ആള് കൊള്ളാലോ. ആര് പറഞ്ഞത് കേട്ട് ഇരുവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് സൂര്യയുടെ വിളി ആരുവിനെ തേടി വന്നത്. എന്താച്ചാ? സൂര്യൻ്റെ വിളി കേട്ട് ഉമ്മറത്തേക്ക് വന്ന് ആര് പോകാൻ റെഡിയായി നിൽക്കുന്ന സൂര്യനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. മോളെ, ഞാൻ ഇറങ്ങാം. ഏത് കയ്യിൽ വെച്ചോ, ആവശ്യം വരും. സൂര്യ പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് അതിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് ആരുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഇതൊന്നും വേണ്ടച്ചാ, ആവശ്യത്തിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ആര് സൂര്യ നീട്ടിയ ക്യാഷ് വാങ്ങാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതും കൂടെ വെച്ചോ, ചിലപ്പോൾ ആവശ്യം വന്നാലോ. സൂര്യ നിർബന്ധിച്ച് കയ്യിലുള്ള നോട്ട് ആരുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് മടിക്കാതെ പറയണം. എന്നാ ഞാൻ പോട്ടെ. ആരുവിൻ്റെ തലയിലൊന്ന് തലോടി സൂര്യ പറഞ്ഞതും ആര് തലയാട്ടി കാണിച്ചതും സൂര്യ അവളെ നോക്കി ചിരിച്ച് കാർ ലക്ഷ്യം വെച്ച് നടന്നു. ആര് നിറകണ്ണുകളോടെ തൻ്റെ കയ്യിലുള്ള നോട്ടുകളിലേക്ക് നോക്കി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ തനിക്ക് ചുറ്റും ആളുകളുണ്ടെന്ന് ഓർത്തതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. സൂര്യൻ്റെ കാറ് കോവിലകത്തിൻ്റെ ഗേറ്റ് കടന്ന് പോയതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തൊടിച്ച് ആരുള്ളിലേക്ക് കയറി. സൂര്യേട്ടൻ പോയാ മോളെ? ഒരു കപ്പിൽ ചായയുമായിട്ട് അങ്ങോട്ട് വന്ന ഇന്ദു ആരുവിനോട് ചോദിച്ചു. പോയമ്മേ. അല്ല, ഇതാർക്കാ? ആര് ഇന്ദുവിൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് കണ്ട് ചോദിച്ചു. മാഹിക്കുട്ടനാണ്. എൻ്റെ അമ്മേ, അമ്മയുടെ മാഹിക്കുട്ടൻ കുടിക്കില്ലെന്ന് അറിയില്ലേ, പിന്നെന്തിനാ വെറുതെ? ആര് ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെങ്കിലും അവൻ്റെ മനസ്സ് മാറിയാലോ, അതാണ്. പിന്നെ ആ ചെകുത്താൻ്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല എൻ്റെ അമ്മേ. അങ്ങയുടെ ഉള്ള കാര്യങ്കല്ലാണ്. വേണ്ടട്ടോ, പുറമേയുള്ള ദേഷ്യവും വാശിയുണ്ടെന്നേ ഉള്ളൂ. മാഹിക്കുട്ട പാവാ. പിന്നെ പാവം. അല്ലമ്മേ, ഇന്നലത്തെ ബാക്കി പറഞ്ഞില്ലല്ലോ. ആര് പിന്നീട് എന്താ അവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു. അതൊക്കെ ഒഴിവുള്ളപ്പോൾ പറയാം. മോളത് കൊണ്ട് റൂമിലേക്ക് പോയി റെഡിയാക്കാൻ നോക്ക്, സമയം വൈകണ്ട. ആരുവിൻ്റെ കയ്യിലേക്ക് കപ്പ് വെച്ച് കൊടുത്ത് അതും പറഞ്ഞ് എന്ത് പോയതും ആരും ഒന്ന് നിശ്വസിച്ച് അതും പിടിച്ച് റൂമിലേക്ക് പോയി. ആര് റൂമിലെത്തുമ്പോൾ മഹി ബാത്റൂമിലായിരുന്നു. ആര് കയ്യിലുള്ള കപ്പ് ടേബിളിൽ വെച്ച് ക്യാഷ് ബാഗിൽ വെച്ചു. മഹി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി മജന്തയിൽ സിൽവർ കളർ ത്രെഡ് വർക്കുള്ള ഒരു ചുരിദാർ സെറ്റും എടുത്ത് വേഗം പോയി ഡ്രസ്സ് മാറി വന്നു. മഹി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് മിററിന് മുന്നിൽ വന്ന് മുടി ചീകി മെടഞ്ഞിടുന്ന ആരിവിനെയാണ്. നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി? ആരിവിനെ ഒന്ന് അടിമുടി നോക്കി കയ്യിലുള്ള ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് കൊണ്ട് മഹി ചോദിച്ചു. ജോലിക്ക്. മഹിയെ നോക്കാതെ തന്നെ ബെഡിൽ വെച്ച് ഷാളെടുത്ത് പിൻ ചെയ്തുകൊണ്ട് ആരു പറഞ്ഞു. ആ സ്കൂളിലേക്കോ? മഹി ചോദിച്ചതും താല്പര്യമില്ലാത്ത രീതിയിൽ ആരൊന്ന് മൂളി. ഈ കാര്യം എന്താ നീ നേരത്തെ പറയാഞ്ഞത്? മഹി ഷർട്ടിൻ്റെ ബട്ടണുകളിട്ട് ആരുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പറയാനൊന്നും തോന്നിയില്ല, അതുകൊണ്ട്. ആരുവിൻ്റെ മറുപടി കേട്ട് മഹിക്ക് ദേഷ്യം വന്നെങ്കിലും മഹി അടക്കി നിർത്തി. കാരണം ഇനി എന്തേലും പറഞ്ഞാൽ അവൾ അതിൽ കടിച്ചു തൂങ്ങി ഇവിടെ ഭദ്രകാളി കണക്കെ ഉറഞ്ഞു തുള്ളൂന്ന് മഹിക്കറിയാം.
മഹി ആരവിനൊന്ന് അടിപിടി നോക്കിയതും അവൻ്റെ കണ്ണുകൾ കുറുകി. നിമിഷ നേരം കൊണ്ട് തന്നെ മഹി ആരവിൻ്റെ അടുത്തെത്തി. മഹിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ആരും മഹിയിൽ നിന്ന് ഇത്തിരി പിന്നിലേക്ക് മാറി നിന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. ദേ, ഇതിങ്ങനെ ആരും കാണുന്നത് മറച്ചു വെക്കാനല്ല ഞാൻ ഇത്രയും ക്യാഷും ചിലവാക്കി ഇത് വാങ്ങി നിന്റെ കഴുതിലിട്ട് തന്നത്. ആര് ഡ്രസ്സിൻ്റെ ഉള്ളിലിട്ട താലി ചെയിൻ ചൂണ്ടുവില കൊണ്ട് വലിച്ച് പുറത്തേക്കിട്ട് മഹി ആരവിനെ നോക്കി പറഞ്ഞു. എനിക്കിഷ്ടമല്ല കഴുത്തിൽ ഈ ചെങ്ങലിട്ട് നടക്കാൻ. ആരും മഹിയോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടക്കേട് തുറന്നു പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമാണ്. സിന്ദൂര ചെപ്പിൽ നിന്നും ഇത്തിരി സിന്ദൂരം എടുത്ത് ആരവിൻ്റെ നെറ്റിയിൽ നീട്ടി വരച്ച് അതും പറഞ്ഞ് ആരവിൻ്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ച് ഉടുത്ത മുണ്ടും മടക്കി കുത്തി മഹി പോയതും ആരും മഹിയുടെ ചുണ്ടു പതിഞ്ഞിടം അമർത്തി തുടച്ചു. മഹി കുടിക്കാതെ പോയ ചായക്കപ്പ് കയ്യിലെടുത്ത് ഇന്ദുവിന് വിഷമാകേണ്ടെന്ന് കേട്ട് ഒറ്റ വലിക്ക് അതിലുള്ളത് മുഴുവൻ കുടിച്ചു തീർത്ത് ബാത്റൂമിൽ പോയി കപ്പും വായും കഴുകി ബാഗും എടുത്ത് ആരു താഴേക്ക് പോയി. ആരു താഴേക്ക് എത്തുമ്പോൾ മഹി പോയിരുന്നു. മഹി ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ജംഗ്ഷൻ വരെ അവൻ്റെ കൂടെ പോകായിരുന്നില്ലേ? ആരുവിനുള്ള ചോറും വെള്ളവും പാത്രത്തിലാക്കി അങ്ങോട്ട് വന്ന ഇന്ദു മഹിയുടെ വണ്ടി ഗേറ്റ് കിടന്ന് പോകുന്നത് കണ്ട് ആരുവിനോട് പറഞ്ഞു. സാരല്ലമ്മേ, 10 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ. ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും വാങ്ങി ബാഗിൽ വെച്ച് ഇന്ദുവിനോടും സീതയോടും യാത്ര പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങി. ആര് ജംഗ്ഷനിലെത്തി ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യം വെച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നേരത്താണ് പോലീസ് ജീപ്പിൽ ചാരി നിൽക്കുന്നവനിൽ ആളുടെ മിഴികളൊരുക്കിയത്. മഹിയുടെ ഒപ്പം മാളിലേക്ക് സാധനം വാങ്ങാൻ പോയ അന്ന് തന്നെ വീഴാതെ രക്ഷിച്ചത് ആളാണെന്ന് ആരുവിന് ഒറ്റ നടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. എന്നാലും അയാൾ പോലീസാണെന്ന് അവളിൽ അതിശയം നിറച്ചു. ഇതേ സമയം ഫോണിൽ നിന്നും തലയുയർത്തി നോക്കിയവൻ തന്നെ നോക്കി നിൽക്കുന്ന ആരുവിനെ കണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു. അതിരങ്ങളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ആരുവിൻ്റെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കണ്ണിലുടക്കിയതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ ആരും അവനിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റി തലതാഴ്ത്തി മുന്നോട്ട് നടന്നു. അവനെ നോക്കാതെ നടന്നു പോകുമ്പോൾ ആരുവിന് പ്രിയപ്പെട്ടതെന്തോ അടുത്ത് കിട്ടിയ പോലെ ഒരു ഫീൽ അനുഭവപ്പെട്ടതും പതിയെ മിഴികൾ ഉയർത്തി നോക്കി ആരുവിൻ്റെ കണ്ണുകൾ ആ നെഞ്ചിലെ നെയിം ബോർഡിൽ പതിഞ്ഞു. ആയുഷ് നാരായണൻ. ആരുവിൻ്റെ അധരങ്ങൾ പതിയെ ആ നാമം ഉരുവിട്ടു.